ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങളോടല്ലേ പറഞ്ഞ എനിക്ക് സൗകര്യമില്ലെന്ന്. കണ്ണുറക്ക്. തകർക്കും ഞാൻ, എല്ലാം ഞാൻ തകർക്കും. എല്ലാത്തിനും ഞാൻ കൊല്ലും, എന്നിട്ട് ഞാനും ചാവും. മോളെ മോളെ എന്തായി കാണിക്കുന്നേ? മോളെ എന്തായി കാണിക്കുന്നേ? മോളെ നീ എന്തൊക്കെയായി കാണിക്കുന്നേ? നമ്മുടെ വീടാ. എനിക്ക് വീട് വേണ്ട, ഒന്നും വേണ്ട. കേക്ക് എല്ലാം ഞാൻ തകർക്കും. വീട്ടാ മോളെ, എനിക്ക് ഇനി ജീവിക്കണ്ടോ? അയ്യോ നാളെക്കൂടെ ഞാൻ എങ്ങനെ സഹിക്കും? ആ രാജു അവൻ വലിച്ചോണ്ടുവന്ന പെണ്ണ് ഇടിവെട്ടി ചാവും. ആ വേണന്റെ കുടുംബം നശിച്ചു പോവും. നീ ഒന്ന് പറയുന്നത് കേക്ക് മോളെ. ഞാൻ ഇനി ജീവിക്കില്ല. പറയുന്നത് കേക്ക് നീ. മോളെ അയ്യോ എന്താണ് ഇത് കാണിക്കുന്നേ? മോളെ അയ്യോ എന്നെ വീടാൻ. അയ്യോ മോളെ അവിടെ നിക്ക്, പറയുന്നത് കേക്ക്. എമ്മി എടി എടി മോളെ അയ്യോ മോളെ ഒന്ന് പറയുന്നത് കേക്ക് നീ. മോളെ രമ്യ അയ്യോ വാതിൽ തുറക്ക്. മോളെ രമ്യ വാതിൽ തുറക്ക് നീ, തുറക്ക് നീ. മോളെ മോളെ വാതിൽ തുറക്ക്. മോളെ മോളെ രമ്യ വാതിൽ തുറക്ക്. മോളെ മോളെ എനിക്ക് വയ്യ. മോളെ വാതിൽ തുറക്ക് നീ. മോളെ മോളെ രമ്യ മോളെ വാതിൽ തുറക്ക്. മോളെ വാതിൽ തുറക്ക് നീ. രാജരമ്യ കല്യാണം കഴിക്കണമെന്ന് ഞാൻ വാശി പിടിച്ചത് എനിക്കൊന്നും നേടാൻ വേണ്ടിയല്ല. ഞാനത് നിങ്ങളോട് പലവട്ടം പറഞ്ഞതല്ലേ. ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാവണമായിരുന്നു. അവരൊന്ന് രക്ഷപ്പെട്ടേനെ. ഇത് ഇവരുടെ ഭാവിയും കൂടി ഇവൻ തൊലച്ചില്ലേ? അവരുടെ ഭാവി അവര് നോക്കിക്കോളും. അവരുടെ ഭാവിക്ക് വേണ്ടി രാജുവിന്റെ ജീവിതം നശിപ്പിക്കണം. ഇവനെ വണ്ടിക്കാളയൊന്നുമല്ല, വീട്ടിലുള്ള ഭാരം നോക്കാൻ. ഹരീഷ് ശ്രീലക്ഷ്മിയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ കാര്യം അവൻ നോക്കിക്കോളും. എന്നെ ഈ സ്ത്രീയെ രക്ഷിക്കണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. ഇവളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. പിന്നെ എന്റെ പെങ്ങളോട് രാജുവേട്ടൻ ചെയ്തത് ഇത്തിരി കൂടിപ്പോയി. അതിലെനിക്ക് നല്ല വിഷമവുമുണ്ട്. എല്ലാരും പറയുന്നുണ്ടല്ലോ രാജു ചെയ്തു എന്ന്. അവന് എന്ത് ചെയ്തു എന്നായി പറയണേ? അവൻ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവൻ രമ്യയെ കല്യാണം കഴിച്ചോളാന്ന്. ആ പറഞ്ഞത് നേരെ. കാര്യം അറിയാതെ ഞാനും ഒരിക്കലും അവനോട് പറഞ്ഞു രമ്യയെ കല്യാണം കഴിക്കണമെന്ന്. സാധ്യമല്ലെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. കല്യാണം വരെ എത്തിച്ചിട്ട് അവരെ നാട്ടുകാരുടെ മുമ്പ് നാണം കെടുത്തിയത് വളരെ മോശമായിപ്പോയി. അവരിനി മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? എടാ കൊള്ളപ്പലിശ വാങ്ങിച്ച് നാട്ടുകാരുടെ കഴുത്തറുത്ത് ജീവിക്കുന്നവളാ രുക്മിണിയും മോളും. അവർക്കിതൊന്നും ഒരു നാണക്കേടേ അല്ല. എന്തോ ഈ തള്ളയോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ, ഇല്ലെങ്കിൽ ഞാൻ ഇവരുടെ മുഖത്ത് നോക്കി വല്ലതും പറയും. അയ്യോ ഞാൻ പറഞ്ഞത് ഹരീഷ് മോനോടല്ല. ഹരീഷ് മോൻ പാവം, നല്ല കുട്ടി.
ഇവനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, ആ പെണ്ണിനെ കൊണ്ട് ഇവിടുന്ന് ഇറങ്ങ. ഒന്ന് വേഗം വേണം. ഞങ്ങൾ എങ്ങോട്ട് പോകാനാമേ? നീ എങ്ങോട്ട് പോയാലും ഞങ്ങൾക്കൊന്നുമില്ല. അവളുമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അത് നീയാണോ തീരുമാനിക്കണത്? ഇവിടെ കിടന്ന് കൂടുതൽ വളഞ്ഞാലേ നിന്നെയും നിന്റെ ഭർത്താവിനെയും ഞാൻ ഇവിടുന്ന് ഇറക്കി വിടും. ഭാര്യമാര് ഭർത്താവിന്റെ വീട്ടിലാണ് ജീവിക്കേണ്ടത്. പ്രതീകമോള് ആ കുട്ടിയുടെ ഭർത്താവായ ഇവന്റെ കൂടെ ഇവിടെ താമസിക്കും. അച്ഛൻ പറഞ്ഞത് ശരിയല്ലോടി. അന്തസ്സും അഭിമാനവും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തലതെറിച്ച ഭാര്യയെ വിളിച്ചിട്ട് ഇറങ്ങടാ പുറത്ത്. ആദ്യം നിങ്ങളിവിടെ ഇറങ്ങും. അയ്യടാ, ഞാനിവിടുത്തെ ഗസ്റ്റാ. എനിക്ക് സൗകര്യം ഉള്ളപ്പോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. നിങ്ങൾ ആരും ഇവിടുന്ന് ഇറങ്ങണ്ട. എന്റെ അനുവാദമില്ലാതെ ഇവൻ കൊണ്ടുവന്ന പെണ്ണിനെ ഇവിടുന്ന് ഇറക്കി വിടണം. ഈ കുട്ടിയെ ഇവിടുന്ന് ഇറക്കി വിടണമെങ്കിൽ നീ ഒരു ജന്മോടി ജനിക്കണം. എന്റെ പൊന്നെ, ഈ രാധമ്മയ്ക്ക് ബോധമില്ലേ? ആ കൊച്ചിന്റെ മുഖത്ത് നോക്കി ആർക്കെങ്കിലും ഇങ്ങനെ പറയാൻ തോന്നുവോ? ഒരു മഹാലക്ഷ്മി പോലല്ലയോ ആ കൊച്ചിരിക്കുന്നത്? എനിക്ക് ആ മഹാലക്ഷ്മി വേണ്ട. അവൾ ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങും. ഞാൻ ഹരീഷിന്റെയും ശ്രീയുടെയും കൂടെ പോവും. നീ എന്നെ വെല്ലുവിളിച്ചങ്ങനെ പോവോ? ആ, ഞാൻ പോവും. അച്ഛനും മകനും മകന്റെ ഭാര്യയായിട്ട് ഇവിടെ അങ്ങ് ജീവിച്ചാ മതി. വാ ഹരീഷേ, മോനെ നിക്കട അങ്ങോട്ട്. കേരളീയത്തേക്ക് ഇല്ല, കേറാൻ നിങ്ങളോടല്ലേ പറഞ്ഞ എനിക്ക് സൗകര്യമില്ലെന്ന്. അമ്മ കണ്ണുറക്ക്. രാധമേ വേണമെങ്കിൽ ഇത് രാധമേ.